നമസ്കാരം, എല്ലാവർക്കും ഹണിഡ്യൂസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഒരു A4 ഷീറ്റിലാണ് നെഹ്റു ക്യാപ്പ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ഒരു വൈറ്റ് പേപ്പർ എടുക്കാം, അതല്ലെങ്കിൽ 2 A4 ഷീറ്റ് യോജിപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എല്ലാ കൊച്ചു കൂട്ടുകാരും ഇതുപോലെ കേപ്പൊക്കെ വെച്ച് ഫോട്ടോ എടുത്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. ക്യാപ്പിൻ്റെ വീതി കാണിക്കുന്നത് ആ മുകൾ വശത്തെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ തലയുടെ വലിപ്പത്തിനനുസരിച്ച് ആ ഭാഗം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ മടക്കിയാൽ മതി. കൃത്യമായിട്ട് നടുമടക്കി അതിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഉള്ളിലോട്ട് 2 വശത്തും മടക്കണം. അത് പേപ്പർ മറച്ചിട്ടിട്ട് ആ ഭാഗത്തും ഉള്ളിലോട്ട് ഇതേപോലെ മടക്കി വയ്ക്കണം. ശിശുദിനത്തിന് പാടാനായിട്ടുള്ള പാട്ടും പ്രസംഗങ്ങളുമെല്ലാം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ വീഡിയോസും കിട്ടാനായി ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂട്ടുകാർക്ക് കൂടി യൂസ്ഫുൾ ആവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വിട്ടുപോകരുതേ. 2020 ഈ ശിശുദിനം എല്ലാവരുടെ മനസ്സിലും എല്ലാ കാലത്തും ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ നല്ലൊരു ദിനമായിരിക്കും തീർച്ച. എല്ലാവർക്കും ആശംസകൾ. കുട്ടികളെ പഠനത്തിന് സഹായിക്കുന്ന പലതരത്തിലുള്ള വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുസ്തകത്തിലെ പഠനത്തോടൊപ്പം പ്രകൃതി പഠനവും നമ്മുടെ ലക്ഷ്യം തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, അവരോടൊപ്പം നമുക്കും ഒരിക്കൽ കൂടി കുട്ടിക്കാലം ആസ്വദിക്കാനുള്ള ഒരവസരമാണിത്. അത് നല്ലപോലെ ഉപയോഗിക്കാൻ തന്നെ ഈ ചാനൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ക്വിസുകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഴഞ്ചൊല്ലുകളും കടങ്കഥകളും മാത്രമല്ല, പാരൻസിനെ സഹായിക്കുന്ന പാരൻറ്റിംഗ് ടിപ്സും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാപ്പിൻ്റെ അവസാന ഘട്ടത്തിലായി നിൽക്കുകയാണ്. ഇത് കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു ക്യാപ്പാണ്. എല്ലാ കൊച്ചു കൂട്ടുകാരും ഉറപ്പായിട്ടും ഇത് പരീക്ഷിക്കണം കേട്ടോ. അതുപോലെ തന്നെ പ്രസംഗം പഠിച്ച് പറയാനും പാട്ടുപാടാനും ഒന്നും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.